അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ഹുദൈഫത്തുൽ മഖ്ശി റളിയല്ലാഹു അൻഹു മഹാനവരുകൾ ഒരു ഉപദേശം നമ്മെ ഉപദേശിക്കുകയാണ്. ഒരു 4 കാര്യം നീ സൂക്ഷിക്കണം. എന്താണ് അതിൽ ഒന്ന്? ഐനാക്ക, നിന്റെ കണ്ണിനെയാണ് നീ സൂക്ഷിക്കേണ്ടത്. രണ്ടാമത്തത് വലിസാനക്ക, നിന്റെ നാവിനെയാണ്. മൂന്നാമത്തത് വഹവാക്ക, നിന്റെ തടീച്ചയാണ്. നാലാമത്തത് കൽബക്ക, നിന്റെ കൽബിനെയാണ്. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഫന്ദു ഐനൈക്ക, നിന്റെ 2 കണ്ണുകൊണ്ട് നീ നോക്കണം. അള്ളാഹു ഹലാലാക്കിയത് മാത്രം, അത് മാത്രം നിന്റെ ജീവിതത്തിലുണ്ടാകണം. അള്ളാഹു ഹറാമാക്കിയത് നോക്കാനല്ല ഈ കണ്ണ് തന്നത്. എത്ര വലിയ നിയമത്തുകളാണ്, എത്ര വലിയൊരു അത്ഭുതമാണ് കണ്ണെന്നുള്ളത്. കണ്ണിൻ്റെ കാഴ്ച ഒന്ന് നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ എല്ലാം നഷ്ടപ്പെട്ടു പോയില്ലേ? അതൊന്ന് തിരിച്ചു പിടിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുമോ? ആ സമയത്തെല്ലാം ചിന്തിക്കേണ്ടത്, എൻ്റെ റബ്ബ് തന്നത് അവൻ ഇഷ്ടപ്പെട്ടത് മാത്രമാണ് നോക്കാനാണ്. അത് മാത്രം നോക്കാൻ വേണ്ടി നീ ശ്രമിക്കണം, സൂക്ഷിക്കണം നിന്റെ കണ്ണിനെ എന്ന് ബഹുമാനപ്പെട്ടവർ പറയുന്നു. രണ്ടാമത് പറയുന്നു, വൻദുർ ലിസാനക, നിന്റെ നാവിനെ നീ കാത്തു സൂക്ഷിക്കണേ. നിന്റെ നാവുകൊണ്ട് ഓരോ സംസാരം സംസാരിക്കുമ്പോൾ നീ വളരെ ഗൗരവത്തോടു കൂടെ ചിന്തിക്കണം. എന്തും സംസാരിക്കാൻ വേണ്ടിയല്ല റബ്ബ് നാവ് തന്നത്. എത്രയോ ആൾക്കാരുണ്ട്, അവർക്ക് വായുണ്ട്, നാക്കുകളുണ്ട്, പക്ഷേ സംസാരിക്കാനുള്ള അവസരം, ആ ശേഷി, ആ തൗഫീഖ് അല്ലാഹു കൊടുത്തില്ല. അങ്ങനെ കൊടുക്കാതിരിക്കുമ്പോൾ നിനക്ക് അല്ലാഹു നൽകിയിട്ടുണ്ടെങ്കിൽ ഈ നാക്കിനെ ഞാൻ റബ്ബിൻ്റെ പൊരുത്തത്തിന് വേണ്ടി മാത്രം ഖുർആൻ ഓതാനും അവനിഷ്ടപ്പെട്ട സംസാരങ്ങൾ മാത്രമേ, ആരെയും ഗീബത്ത് പറയാനോ ആരെയും നമീമത്ത് പറയാനോ അല്ലെങ്കിൽ അല്ലാഹു പൊരുത്തപ്പെടാത്ത ഒരു വാക്കുപോലും ഒരു സംസാരം പോലും എൻ്റെ നക്കിലൂടെ വരികയില്ല എന്ന് വളരെ ഗൗരവത്തോടു കൂടെ സൂക്ഷിക്കണമെന്ന് ബഹുമാനപ്പെട്ടവർ നമ്മെ ഉപദേശിക്കുകയാണ്. ഒന്നാമതായി ബഹുമാനപ്പെട്ടവർ പറയുന്നു, വൻദുർ ഖൽബക, നിന്റെ കൽബിനെ നീ സൂക്ഷിക്കണേ. വളരെ ഗൗരവത്തോടു കൂടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. പലപ്പോഴും നമ്മൾ നാവിനെ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിലും കണ്ണിനെ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിലും കൽബിനെ സൂക്ഷിക്കുന്നതിൽ പലപ്പോഴും നമ്മൾ പരാജയപ്പെട്ടു പോവുകയാണ്. അതെ, നിന്റെ കൽബ് കൊണ്ട് അല്ലാഹു ഇഷ്ടപ്പെടാത്തതൊന്നും ചിന്തിക്കരുത്. വളരെ പ്രത്യേകിച്ച് ആരെക്കുറിച്ച് ഹസദോ ആരെക്കുറിച്ച് തെറ്റിദ്ധാരണയോ അല്ലെങ്കിൽ ആരെക്കുറിച്ച് നിസ്സാരതയോ ഒരിക്കലും ചിന്തിച്ചു പോകരുത്. എല്ലാവരെ കൊണ്ടും ഹുസ്നുൽ, നല്ല വിചാരമേ നീ ചിന്തിക്കാവൂ. അതിനു വേണ്ടിയാണ് റബ്ബ് നിനക്ക് കൽബ് തന്നിട്ടുള്ളൂ എന്ന് ഗൗരവത്തോടു കൂടെ ബഹുമാനപ്പെട്ടവർ നമ്മെ സൂചിപ്പിക്കുകയാണ്. എന്നിട്ട് ബഹുമാനപ്പെട്ട അവസാനം പറഞ്ഞത്, വൻദുർ ഹവാക, നിന്റെ തടീച്ചയെ നീ സൂക്ഷിക്കണം. പലപ്പോഴും എല്ലാ ആൾക്കാരും തെറ്റിപ്പോകുന്നത്, പരാജയപ്പെട്ടു പോകുന്നത് അവരുടെ തടീച്ച കൊണ്ടാണ്. അതേ അവരുടെ തടീച്ചകൾ പലതും കൊതിച്ചു പോകും, കൊതിപ്പിക്കും. അത് ചെയ്യണം, ഇത് ചെയ്യണം. അവിടെ ഹറാമോ അവിടെ ഹലാലോ അല്ലാഹുവിൻ്റെ പൊരുത്തമോ മുത്തുനബിയുടെ ഇഷ്ടമോ അതൊന്നും ചിന്തിക്കാതെ പല കൊതികളിലേക്ക് നമ്മൾ ചാടിപ്പോകും. അവിടെയെല്ലാം നിന്റെ തടീച്ച അത് വലിയ ശത്രുവാണെന്ന് നീ കരുതിയിരിക്കണം. ശൈത്താൻ ഒരു ശത്രുവാണെങ്കിൽ അതിനേക്കാൾ മുമ്പ് ഒന്നാമത്തെ ശത്രു അത് നിന്റെ തടീച്ചയാണെന്ന് കരുതി വളരെ ഗൗരവത്തോടു കൂടെ നിന്റെ തടീച്ച കൊതിപ്പിക്കുന്ന കൊതികളെല്ലാം അത് അല്ലാഹു ഇഷ്ടപ്പെട്ടതാണോ അല്ലേ എന്ന് സൂക്ഷിച്ച് പരിഗണിച്ച് അല്ലാഹു ഇഷ്ടപ്പെട്ടതിൻ്റെ പിന്നാലെ മാത്രമേ നീ പോകണമെന്ന് ബഹുമാനപ്പെട്ടവർ നമ്മെ സൂചിപ്പിക്കുകയാണ്. ഇങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട അവസാനം പറയുന്നു, ഫമാലം തകുൻ ഫീക ഹാദിഹിൽ അർബഇൽ ഖിസാലി ഫറമാദു റഅസിക, അതെ നിന്റെ തലയിൽ മണ്ണിട്ട് വാരല് അത് നിനക്ക് ഖൈറാണ് എന്ന് പറഞ്ഞാൽ നിന്നെക്കൊണ്ട് ഒന്നും കഴിയില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ 4 കാര്യങ്ങൾ നിന്നെ കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നീ എന്താണ് ചെയ്യാൻ പോകുന്നത്? അല്ലാഹുവിനെ ഇഷ്ടപ്പെടണം, അല്ലാഹു പൊരുത്തപ്പെടണം, ഒരു വിജയിയാകണമെന്ന് കരുതുന്ന നിനക്ക് ഈ 4 കാര്യങ്ങൾ ചെയ്യാൻ നിന്നെ കൊണ്ട് സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ ഒരിക്കലും നീ വിജയിക്കുകയില്ല, നീ നന്നാവുകയില്ല. നന്നാകേണ്ടവൻ, അവനാഗ്രഹിക്കുന്നവൻ, അവൻ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട 4 കാര്യങ്ങളാണ്, അവൻ സൂക്ഷിക്കേണ്ട 4 കാര്യങ്ങളാണ് ഇത് എന്ന് ബഹുമാനപ്പെട്ടവർ നമ്മെ
ഓർമ്മപ്പെടുത്തുകയാണ്. അവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്, നമ്മളും നന്നാകാൻ ആഗ്രഹിക്കുന്നവരാണ്, അത് കൊതിക്കുന്നവരാണ്. ഇതില്ലാതെ ഒരിക്കലും നമുക്ക് നന്നാകാൻ കഴിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ടവർ പറഞ്ഞ ഈ 4 കാര്യങ്ങളെയും പല ഗൗരവത്തോടു കൂടെ സൂക്ഷിക്കാൻ അവൻ തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.